നമസ്കാരം. പ്രവാസി ലോകത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. സ്വാഗതം മിഡിൽ ടവറിലേക്ക്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ ഏജൻസിക്ക് നൽകുന്ന സഹായം നിർത്താനുള്ള തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് കുവൈത്ത്. പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള പിന്തുണ തുടരാൻ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഗസയിൽ ഇസ്രായേൽ അധിനിവേശ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം സഹായങ്ങൾ അനിവാര്യമാണ്. സാമ്പത്തിക സഹായം താൽക്കാലികമായി നിർത്തുന്നത് പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കുവൈത്ത് വ്യക്തമാക്കി. കുവൈത്തിൽ തീവ്രവാദ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് കാലാവധി 2 ആഴ്ചത്തേക്ക് നീട്ടി. രാജ്യത്ത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടതിന്റെ പേരിലാണ് 3 പ്രതികളെ പിടികൂടിയത്. പ്രതികൾ രാജ്യത്തെ ആരാധനാലയങ്ങൾ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടതായും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ അറിവുള്ളവരാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച ടുണീഷ്യൻ സ്വദേശികളായ പ്രതികൾ തങ്ങൾ ഡെലിവറി കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനാണ് രാജ്യത്തേക്ക് എത്തിയതെന്ന് വ്യക്തമാക്കി. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് സൂക്കിൽ തീപിടുത്തം. മലയാളികളുടെ ഉൾപ്പെടെ 16ലധികം കടകൾ പൂർണ്ണമായി കത്തിനശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകട കാരണം വ്യക്തമല്ല. ഊർജ്ജ സംരക്ഷണ രംഗത്ത് വീണ്ടും മാതൃകയായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളുടെ 1ഉം 2ഉം ഘട്ടങ്ങളാണ് അതോറിറ്റി വിജയകരമായി പൂർത്തീകരിച്ചത്. മെട്രോ സ്റ്റേഷനുകളിലും മറ്റും 20,000 LED ലൈറ്റുകൾ സ്ഥാപിക്കുക വഴി 16 ദശലക്ഷം കിലോവോൾട്ട് വൈദ്യുതി ലാഭിക്കാൻ സാധിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഏതാണ്ട് 76 ലക്ഷം ദിർഹം മൂല്യമുള്ള വൈദ്യുതിയാണ് ലാഭിക്കാൻ സാധിച്ചതെന്ന് RTA അധികൃതർ വ്യക്തമാക്കി. പരിസ്ഥിതി സൗഹൃദ സംവിധാനങ്ങൾ വികസിപ്പിച്ച് സുസ്ഥിരത ഉറപ്പുവരുത്താനുള്ള RTAയുടെ വിവിധ പദ്ധതികളുടെ ഭാഗം കൂടിയായാണ് LED ലൈറ്റുകൾ സ്ഥാപിച്ചത്. ലോകത്തെ ഏറ്റവും സുസ്ഥിര നഗരമാക്കി ദുബൈയെ മാറ്റുകയെന്ന ലക്ഷ്യത്തിന് സംഭാവന ചെയ്യുന്നതാണ് ഈ പദ്ധതികൾ. 2030ഓടെ 30% വൈദ്യുതി സംരക്ഷിക്കാനാണ് RTA വിഭാവന ചെയ്യുന്നത്. ദുബൈ മെട്രോ സ്റ്റേഷനുകളിലെ സാധാരണ ലൈറ്റുകൾ മാറ്റി റെഡ് ഗ്രീൻ ലൈനുകളിൽ LEDകൾ സ്ഥാപിച്ചതായി RTA ട്രെയിൻ ഏജൻസിയിലെ റെയിൽ മെയിൻ്റനൻസ് ഡയറക്ടർ മുഹമ്മദ് അൽ അമീരി പറഞ്ഞു. 2021ലാണ് RTAയുടെ ഊർജ്ജ സംരക്ഷണ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. ഈ ഘട്ടത്തിൽ 7200 പരമ്പരാഗത ലൈറ്റിംഗ് യൂണിറ്റുകൾ ഊർജ്ജ സംരക്ഷണ രീതിയിലേക്ക് മാറ്റി. ഇത് 1 വർഷത്തിനുള്ളിൽ വൻതോതിൽ ഊർജ്ജം ലഭിക്കാൻ RTA പ്രാപ്തമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ 3ാം ഘട്ടം ആരംഭിച്ചതായും 5% ജോലികൾ പൂർത്തീകരിച്ചതായും മുഹമ്മദ് അൽ അമീരി പറഞ്ഞു. ഈ വർഷാവസാനത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. മീഡിയ 1 ദുബൈ. സൗദി അരാംകോയുടെ പ്രതിദിന ഉൽപാദന ശേഷി നിജപ്പെടുത്താൻ നിർദ്ദേശം നൽകി സൗദി ഊർജ്ജ മന്ത്രാലയം. പ്രതിദിന ഉൽപാദനം പരമാവധി 1,20,00,000 ബാരലായി നിലനിർത്തുന്നതിനാണ് നിർദ്ദേശം. ഒപെക് പ്ലസ് കൂട്ടായ്മയുടെ തീരുമാനപ്രകാരം സൗദി ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദന രാജ്യങ്ങൾ ഉൽപാദനത്തിൽ കുറവ് വരുത്തുന്നുണ്ട്. ദേശീയ എണ്ണക്കമ്പനിയായ സൗദി അരാംകോയുടെ എണ്ണയുൽപാദന ശേഷി നിലവിലെ സ്ഥിതി തുടരാൻ സൗദി ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി സൗദി അരാംകോ സ്ഥിരീകരിച്ചു. പ്രതിദിന ഉൽപാദനശേഷി 1,20,00,000 ബാരലായി നിജപ്പെടുത്തുന്നതാണ് മന്ത്രാലയം തീരുമാനം. ഉൽപാദനം 1,30,00,000 ഉയർത്തണമെന്ന ആവശ്യങ്ങൾക്ക് പിന്നാലെയാണ് തീരുമാനം പുറത്തുവന്നത്. എന്നാൽ ഒപെക് പ്ലസ് കൂട്ടായ്മയുടെ തീരുമാനപ്രകാരമുള്ള ഉൽപാദനക്കുറവ് തുടരും. ആഗോള എണ്ണ വിപണിയിൽ നിലനിൽക്കുന്ന പ്രതികൂല അവസ്ഥ മറികടക്കുന്നതിനും വിപണി വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടം മറികടക്കുന്നതിനും വിപണി സ്ഥിരത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഉൽപാദനത്തിൽ കുറവ് നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഉൽപാദനക്കുറവ് ഈ വർഷവും തുടരുകയാണ്. മീഡിയ 1 ദമാം. കുവൈത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുവാൻ നിർദ്ദേശവുമായി പാർലമെന്റ് അംഗം മുഹമ്മദ് അൽ മഹൻ. സബാഹിയിൽ നിന്നും നുവൈസീബിൽ നിന്നും കിങ് ഫഹദ് എക്സ്പ്രസ് വേയിലേക്ക് നേരിട്ട് എക്സിറ്റ് സ്ഥാപിക്കുക, ട്രക്കുകൾക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ 4 നിർദ്ദേശങ്ങളാണ് അധികൃതർക്ക് സമർപ്പിച്ചത്. നിലവിൽ ട്രക്കുകൾക്ക് രാവിലെ 7 മുതൽ 8 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് അൽ മഹൻ പറഞ്ഞു. UAE ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്കും ഗൾഫ് നഗരങ്ങളിലേക്കും സർവീസ് വർദ്ധിപ്പിക്കുന്നു. ബംഗളൂരു, കൊൽക്കത്ത വിമാനത്താവളങ്ങളിലേക്ക് ഈ വർഷം ജൂൺ മുതലാണ് അധിക സർവീസ് ആരംഭിക്കുന്നത്. ജൂൺ 15 മുതൽ ബംഗളൂരുവിലേക്ക് ആഴ്ചയിൽ 3 അധിക സർവീസുകളാണ് ഇത്തിഹാദ് എയർവേസ് പ്രഖ്യാപിച്ചത്. ഇതോടെ അബുദാബിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഇത്തിഹാദ് വിമാനങ്ങളുടെ എണ്ണം ആഴ്ചയിൽ 17 വർദ്ധിക്കും. കൊൽക്കത്തയിലേക്ക് ഒരു അധിക സർവീസാണ് ഏർപ്പെടുത്തുന്നത്.
കൊൽക്കത്ത സർവീസിന്റെ എണ്ണം ഇതോടെ ആഴ്ചയിൽ 8 ഉയരും. കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ജനുവരി 1 മുതൽ ആഴ്ചയിൽ 7 സർവീസുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. സൗദിയിലെ ജിദ്ദയിലേക്കും റിയാദിലേക്കും ആഴ്ചയിൽ 7 പുതിയ സർവീസുകളും ഇത്തിഹാദ് ഇന്ന് പ്രഖ്യാപിച്ചു. മാർച്ച് 15 മുതലാണ് സൗദിയിലേക്കുള്ള പുതിയ സർവീസുകൾ ആരംഭിക്കുക. മീഡിയ 1 ദുബായ്. ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്ത് അമീർ സൗദിയിലെത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ റിയാദിൽ സ്വീകരിച്ചു. ഡിസംബറിൽ ചുമതലയേറ്റ ശേഷമുള്ള കുവൈത്ത് അമീറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. മുൻ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ വിയോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് കുവൈത്ത് അമീറായി ചുമതലയേറ്റത്. അധികാരമേറ്റ ശേഷമുള്ള അമീറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. റിയാദിലെത്തിയ അമീറിനെ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് തലസ്ഥാനത്തെ സൗദി റോയൽ കോർട്ടിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ നടന്നു. സൗദി അറേബ്യ കുവൈത്ത് അമീറിന്റെ 2ാം വീടാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. 130 വർഷത്തിലധികം പഴക്കമുണ്ട് സൗദി കുവൈത്ത് സുഹൃത്ത് ബന്ധത്തിന്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും സഹകരണം ഊട്ടിയുറപ്പിക്കാനും ലക്ഷ്യം വെച്ചുള്ളതാണ് സന്ദർശനം. വിവിധ സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. മീഡിയ 1 റിയാദ്. ഇന്ത്യ സൗദി ബന്ധം ഇപ്പോൾ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശക്തമാണെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജിദ്ദയിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ടാതിഥികൾ വിരുന്നിൽ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജിദ്ദയിലെ പാർക്ക് ഹയാത്ത് ഹോട്ടലിലായിരുന്നു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അത്താഴ വിരുന്നൊരുക്കിയത്. ഇന്ത്യ സൗദി ബന്ധത്തിന്റെ ഊഷ്മളത പങ്കുവച്ച ചടങ്ങിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം മക്ക ശാഖ ഡയറക്ടർ ജനറൽ മാസിൻ ബിൻ ഹമാദായിരുന്നു മുഖ്യാതിഥി. വിവിധ രാജ്യങ്ങളിലെ കോൺസൽ ജനറൽമാരും സൗദി പ്രമുഖരും ഇന്ത്യൻ സമൂഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും വിരുന്നിൽ പങ്കെടുത്തു. ഇന്ത്യ സൗദി ബന്ധത്തെക്കുറിച്ചും ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചും അതിഥികൾക്ക് മുന്നിൽ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം വിശദീകരിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ സൗദി ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനവും സൗദി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വളർച്ചയ്ക്ക് സഹായകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ വർഷത്തെ പോലെ ഇത്തവണയും ഹജ്ജ് കോട്ട അനുവദിച്ചതിന് കോൺസുൽ ജനറൽ സൗദി അധികൃതർക്ക് നന്ദി അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ വർണ്ണാഭമാക്കി. വിവിധ കോൺസൽമാരും വൈസ് കോൺസൽമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സംബന്ധിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. 2027 ഏഷ്യൻ കപ്പിന് മുന്നോടിയായി പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി സൗദി. റിയാദിൽ പുതിയ സ്റ്റേഡിയത്തിന് പുറമെ നിലവിലുള്ള 5 സ്റ്റേഡിയങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. ഇതിനായുള്ള ടെൻഡർ നടപടികൾ 2 ആഴ്ചയ്ക്കകം തുടങ്ങും. 2027 ഏഷ്യൻ കപ്പിന് സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം സ്റ്റേഡിയങ്ങൾ വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. 2034 ലോകകപ്പ് കൂടി കണക്കിലെടുത്താണ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം. ഇതിന്റെ ഭാഗമായി വടക്കൻ റിയാദിൽ പുതിയ സ്റ്റേഡിയം സ്ഥാപിക്കും. റിയാദ് എയർപോർട്ടിന് സമീപമായിരിക്കും ഇതിന്റെ നിർമ്മാണം. കൂടാതെ റിയാദിൽ നിലവിലുള്ള 4 സ്റ്റേഡിയങ്ങളും ഏഷ്യൻ കപ്പിന് മുന്നോടിയായി വികസിപ്പിക്കും. റിയാദ് പ്രവിശ്യയിൽ തന്നെയുള്ള ഷർക്കിയയിലെ സ്റ്റേഡിയങ്ങളും മത്സരത്തിനായി ഒരുക്കും. കൂടാതെ 10 ബില്യൺ റിയാൽ ചിലവഴിച്ച് 30 പരിശീലന മൈതാനങ്ങളാണ് രാജ്യത്ത് സജ്ജമാക്കുന്നത്. 2034 ലോകകപ്പിനായി 10,000-ലധികം പേർക്കിരിക്കാവുന്ന 13 സ്റ്റേഡിയങ്ങളും 25,000-ലധികം പേർക്കിരിക്കാവുന്ന 7 സ്റ്റേഡിയങ്ങളും രാജ്യത്ത് സജ്ജമാണ്. 65,000-ലധികം പേരെ ഉൾക്കൊള്ളുന്ന ജിദ്ദയിലെയും റിയാദിലെയും സ്റ്റേഡിയങ്ങളാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങൾ. തമീം CP, മീഡിയ 1 റിയാദ്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ആഘോഷങ്ങൾക്ക് വേദിയൊരുക്കി സൂഖ് വാഖിഫ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വിപുലമായ ആഘോഷങ്ങളാണ് സൂഖിൽ ഒരുക്കുന്നത്. വൈകിട്ട് 5 മുതൽ രാത്രി 8 മണിവരെയാണ് പരിപാടികൾ. ലോകകപ്പ് ഫുട്ബോൾ കാലത്തെന്ന പോലെ ഏഷ്യൻ കപ്പ് സമയത്തും ആരാധകരുടെ സംഗമവേദികളിലൊന്നാണ് ഖത്തറിലെ പ്രധാന മാർക്കറ്റുകളിലൊന്നായ സൂഖ് വാഖിഫ്. ഖത്തറിന്റെ സാംസ്കാരിക വൈവിധ്യം തൊട്ടറിയാവുന്ന ഇടമെന്ന നിലയിൽ ആരാധകർക്ക് സൂഖ് പ്രിയപ്പെട്ട കേന്ദ്രമാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർ മത്സരശേഷം ആഘോഷത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദിയും ഇതുതന്നെ. ഈ സാഹചര്യത്തിലാണ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കഴിഞ്ഞുള്ള ഇടവേളയായ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷത്തിനായി പ്രാദേശിക സംഘാടകർ ആരാധകരെ സൂക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വൈകിട്ട് 5 മുതൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കും. കുടുംബങ്ങൾക്ക് കൂടി ആഘോഷിക്കാൻ കഴിയുന്ന ഗെയിമുകളും മറ്റും ഒരുക്കിയായിരിക്കും ഏഷ്യൻ കപ്പ് ആഘോഷം. മീഡിയ 1 ദോഹ.
ആരാധകരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡിട്ട് ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ. ഇതിനോടകം 10,64,000-ലേറെ ആരാധകരാണ് ഗ്യാലറിയിൽ എത്തിയത്. 2004 ചൈനയിൽ നടന്ന ഏഷ്യൻ കപ്പിലെ ആരാധകരുടെ റെക്കോർഡാണ് ഖത്തർ ഇതിനോടകം തന്നെ മറികടന്നത്. ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ നടക്കുന്ന മത്സരങ്ങൾ കാണാൻ ആവേശത്തോടെയാണ് ആരാധകരെത്തുന്നത്. 10,68,587 ആരാധകരാണ് ഇതുവരെ ഗ്യാലറിയിലെത്തിയത്. 10,40,000 പേർ കളി കണ്ട 2004 ചൈന ഏഷ്യൻ കപ്പിനെയാണ് മറികടന്നത്. 11 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് ഖത്തറിലെ ഫുട്ബോൾ ആരാധകർ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. ഏഷ്യൻ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിലെ ആരാധക സാന്നിധ്യവും റെക്കോർഡിൽ ഇടം പിടിച്ചിരുന്നു. 82,490 പേരാണ് ലുസൈൽ സ്റ്റേഡിയത്തിലെത്തിയത്. സോഷ്യൽ മീഡിയ കാഴ്ചകളിലും ഇത്തവണത്തെ ഏഷ്യൻ കപ്പ് ട്രെൻഡിംഗ് ആണ്. 150 കോടി ഡിജിറ്റൽ എൻഗേജ്മെന്റ് ആണ് ഏഷ്യൻ കപ്പിന് ഇതുവരെ ഉണ്ടായത്. മീഡിയ 1 ദോഹ. ജോർദാനോടേറ്റ തോൽവിക്ക് പിന്നാലെ ഇറാഖ് കോച്ച് ജീസസ് കസാസിനോട് കയർത്ത ഇറാഖി മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി AFC. മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് മാധ്യമപ്രവർത്തകർ കോച്ചിനോട് മോശമായി പെരുമാറിയത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് AFC വ്യക്തമാക്കി. ഇന്നലെ നടന്ന പ്രീക്വാർട്ടർ മത്സരത്തിൽ 3-2 ഇറാഖ് ജോർദാനോട് തോറ്റിരുന്നു. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ച കുവൈറ്റ് ഇന്ത്യൻ എംബസി. കുവൈറ്റ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാഫ് ജാബിർ അഹമ്മദ് അൽ സബാഹ, വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, ഇന്ത്യയിലെയും കുവൈത്തിലെയും ബിസിനസ് പ്രമുഖർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് ഷെയ്ഖ സദസ്സിനെ അഭിസംബോധന ചെയ്തു. കുവൈത്ത് ഭരണാധികാരികളെയും അമീറിനെയും സർക്കാരിനെയും ജനങ്ങളെയും ഇന്ത്യ അഭിനന്ദിക്കുന്നതായി അംബാസിഡർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര പ്രശ്നങ്ങളും സംഘർഷങ്ങളും തരണം ചെയ്യാനുള്ള ഏക മാർഗം നയതന്ത്ര ചർച്ചകളാണെന്നും ലോകം ഒരു കുടുംബമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചത്തെ ജുമാ പ്രഭാഷണം ദേശീയ ഐക്യത്തിനായി സമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകി കുവൈത്ത് ഔഖാഫ് മന്ത്രാലയം. ഔഖാഫ് ഇസ്ലാമിക കാര്യമന്ത്രി ഫൈസൽ അൽ ഖരീബിന്റെ നിർദ്ദേശപ്രകാരമാണ് ദേശീയ ഐക്യത്തെയും സഹിഷ്ണുതയെയും കുറിച്ച് സംസാരിക്കുവാൻ ഇമാമുമാർക്ക് നിർദ്ദേശം നൽകിയത്. വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണം. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ദേശീയ ഐക്യമെന്നും ഔഖാഫ് മന്ത്രാലയം വക്താവ് സൽമാൻ അൽ കന്ദരി പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയും നടന്നു. ചണ്ടിയുമ്മൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഉത്തം ചന്ദ് ഉദ്ഘാടനം ചെയ്തു. നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. അൽ ഇസാബ് തിഹാഗ സ്കൂളിന് ജോയി ആലുക്ക സമ്മാനിച്ച സ്കൂൾ ബസിന്റെ താക്കോൽ KJ സൈമൺ ചാണ്ടിയുമ്മന് കൈമാറി. ശ്രീപ്രകാശ് പുറയത്ത്, ഷാജി ജോൺ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസ് കാർഗോ ഉപഭോക്താക്കൾക്കായി നടത്തിയ വേൾഡ് കപ്പ് ക്രിക്കറ്റ് പ്രവചന മത്സരം വിജയികൾക്കുള്ള സമ്മാനം കൈമാറി. ആലപ്പുഴ കായംകുളം സ്വദേശി സുമയ്യ നിസാമാണ് ജേതാവ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് മെഗാ സമ്മാനമായി കൈമാറിയത്. കായംകുളം എൻഫീൽഡ് ബുള്ളറ്റ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കായംകുളം MLA U പ്രതിഭ സമ്മാനം കൈമാറി. ഗ്രൂപ്പ് കേരളയുടെ കൊച്ചി മാനേജർ ആഷിഖ്, കോഴിക്കോട് മാനേജർ ഫാസിൽ, ഗ്രൂപ്പ് UAE പ്രതിനിധികൾ പങ്കെടുത്തു. ICC വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരത്തിലെ 2 ടീമുകളെ നേരത്തെ പ്രവചിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. 21,000-ലധികം പേരാണ് പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. ഇവരിൽ ശരിയുത്തരം അയച്ച 2,136 പേരിൽ നിന്നാണ് സുമയ്യ നിസാമിനെ തെരഞ്ഞെടുത്തത്. ഉപഭോക്താക്കൾക്കായി ഇത്തരമൊരു സമ്മാന പദ്ധതി നടപ്പാക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. ഇന്ത്യയിലുടനീളം സ്വന്തമായി ക്ലിയറൻസും നേരിട്ടുള്ള ഡെലിവറി സർവീസുമുള്ള ഗ്രൂപ്പ് കാർഗോയ്ക്ക് UAE-യിൽ 10-ലധികം ബ്രാഞ്ചുകളുണ്ട്. ഗ്രൂപ്പിന്റെ പുതിയ 2 ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രൂപ്പ് മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ആലപ്പുഴ. താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ 3ാമത് ഷോറൂം ദുബായ് കറാമ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാക്ടറി നിരക്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള മികച്ച അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് സാരഥികൾ അറിയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രമുഖ തെന്നിന്ത്യൻ സിനിമാ താരം ശ്രിയ സരൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ മുഹമ്മദ് അനീഫ താഹ, വൈസ് ചെയർമാൻ അനീഫ അബ്ദുൽ മനാഫ്, CEO ഷമീർ ഷാഫി, മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ഞങ്ങളിത് 3ാമത്തെ ഷോറൂമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഷാർജ റോളയിൽ ഞങ്ങളുടെ 2ാമത്തെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പം അൽഹംദുലില്ലാ നമ്മൾ 3ാമത്തെ ഷോറൂമും ഇന്ന് ഇവിടെ
നമ്മുടെ പ്രശസ്ത സിനിമാ താരം ഉദ്ഘാടനം ചെയ്തു. കറാമ സെന്റർ പരിസരത്ത് തടിച്ചുകൂടിയ ആരാധകരെ നടി ശ്രിയ സരൺ അഭിസംബോധന ചെയ്തു. CEO ഷമീർ ഷാഫി സ്വാഗതം പറഞ്ഞു. ഉയർന്ന നിലവാരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരം കൂടിയാണ് താജ് ബി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഫസ്റ്റ് ഫാക്ടറി പ്രൈസിന് ഗോൾഡ് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്ലി നമ്മൾ 3000 എബോ വാങ്ങുന്ന ആളുകൾക്ക്, ഡയമണ്ട് വാങ്ങുന്ന ആളുകൾക്ക് ഗോൾഡ് കോയിൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അതോരോ 5000 ആവുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് കൂടുതൽ വാങ്ങുന്നതിനനുസരിച്ച് കോയിൻ എണ്ണം കൂട്ടി കൊടുക്കുന്നതായിരിക്കും. ദുബൈ ഗോൾഡ് സൂക്ക്, ഷാർജ എന്നിവിടങ്ങളിലാണ് താജ് ബി ഗോൾഡിന്റെ മറ്റ് ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നത്. മീഡിയ 1 ദുബൈ. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. സന്ദർശകർക്കായി രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 10 സമാപിക്കുന്ന മേളയിൽ നിരവധി സമാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 28 ആരംഭിച്ച ഫെസ്റ്റിവൽ ഫെബ്രുവരി 10 സമാപിക്കും. പോഷകാഹാര സമൃദ്ധവും രുചി വൈവിധ്യവുമാർന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കാർണിവലിനാണ് ലുലു സൗദി ശാഖകൾ അരങ്ങൊരുക്കിയിട്ടുള്ളത്. മികവുറ്റ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുറഞ്ഞ വിലയിൽ മേളയിൽ ലഭിക്കും. യൂറോപ്യൻ, പാൻ ഏഷ്യൻ, ഇന്ത്യൻ, അറേബ്യൻ, സൗദി അറേബ്യൻ എന്നിങ്ങനെ 5 സോണുകളായാണ് മേളയിൽ വിഭവങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സൗദി സോണിൽ രാജ്യത്തിന്റെ പരമ്പരാഗതവും പുതുമയാർന്നതുമായ ഭക്ഷ്യവിഭവങ്ങൾ പരിചയപ്പെടുത്തും. ഈ 5 സോണുകളിൽ നിന്നും വിഭവങ്ങൾ വാങ്ങുന്നവർക്കായി സമ്മാനങ്ങളുമുണ്ട്. ഫെബ്രുവരി 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രൊമോഷന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ള മികച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിൽ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്രൊമോഷന്റെ മെയിൻ സന്ദേശം. അതുകൂടാതെ തന്നെ ഇൻസ്റ്റന്റ് ഓഫേഴ്സ്, കില്ലർ ഓഫേഴ്സ്, ഡെയിലി ഓഫേഴ്സ് മുതലായ ഗംഭീര വിലക്കിഴിവും ഈ പ്രൊമോഷണൽ പീരീഡ് ലഭ്യമാണ്. സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ലഭിക്കാൻ അതാത് സോണുകളിലെ QR കോഡുകൾ സ്കാൻ ചെയ്താൽ മതിയാകും. മേളയുടെ ഭാഗമായി അടുക്കളോപകരണങ്ങൾ, ഡിഷ് വാഷറുകൾ, ഫുഡ് പ്രോസസ്സറുകൾ, ഗ്യാസ് റേഞ്ചുകൾ തുടങ്ങിയവയ്ക്ക് വൻ ഓഫറുകളും ലഭ്യമാണ്. പുതുതലമുറയെ സമീകൃത ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാരിതോഷികങ്ങളും മേളയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട ജീവിതശൈലിക്കായി ആരോഗ്യകരമായ ഭക്ഷണം അനിവാര്യമാണെന്ന തിരിച്ചറിവ് പുതിയ തലമുറയ്ക്ക് പകരുകയാണ് മേളയുടെ ലക്ഷ്യമെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. മീഡിയ 1 റിയാദ്. ഒമാനിൽ ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ സംസ്കാരവും പാരമ്പര്യവും രുചികളും പരിചയപ്പെടുത്തുന്നതിനായി ലുലുവിൽ ഇന്ത്യ ഉത്സവന് തുടക്കമായി. ഫെബ്രുവരി 5 വരെ ഒമാനിൽ ഉടനീളമുള്ള ലുലു ഔട്ട്ലെറ്റുകളിലാണ് ക്യാമ്പയിൻ. ഭക്ഷണം, പലചരക്ക്, ലൈഫ് സ്റ്റൈൽ, ഫാഷൻ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും മികച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഇന്ത്യ ഉത്സവ് ക്യാമ്പയിൻ. ബൌഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഇന്ത്യ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു. ലുലുവിലെ ഇന്ത്യ ഉത്സവ് വാർഷിക പരിപാടിയായി മാറിയെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് സന്തോഷമുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു. Indian wares, Indian products, and especially repackage them and promote them to our Omani customers. All the entire range of Indian products today are available for Omani friends. India-Oman relationship is doing very well. Our bilateral trade has doubled in the last 2 years. Investments are also picking up. And the range of products that you see at a store like Lulu in Muscat is truly an emblematic and evidence of this rapidly growing economic partnership. ക്യാമ്പയിന്റെ ഭാഗമായി മികച്ച ഓഫറുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, പ്രാദേശിക പാചകരീതികൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പ്രത്യേക സ്റ്റാളുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉത്സവ ശ്രദ്ധേയമായ ഇന്ത്യയുടെ സൗന്ദര്യവും ആത്മാവും അനുഭവിച്ചറിയാനുള്ള അവസരമാണെന്ന് ഒമാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ ഷബീർ കെ പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, പാചകങ്ങൾ, സാംസ്കാരിക കാഴ്ചകൾ എന്നിവ ആസ്വദിക്കാൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യ ഉത്സവ് ക്യാമ്പയിനിലൂടെ കഴിയും. മീഡിയ 1 മസ്കത്ത്. ദമാം കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ കസവിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഹാരി പയ്യന്നൂരിനെയും ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് മട്ടന്നൂരിനെയും തെരഞ്ഞെടുത്തു. വിനോദ് കുമാർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാസി സമൂഹത്തിന് സഹായകരമാകുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി കൂട്ടായ്മ മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദമം മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മലപ്പുറം പ്രീമിയർ ലീഗ് സീസൺ 5 മുന്നോടിയായി താരലേലം സംഘടിപ്പിച്ചു. ബിസിനസ് പ്രമുഖൻ മുഹമ്മദ് കുട്ടി കോഡൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നജ്മുസ്മാൻ ഐക്കരപ്പടി,
മുഷാൽ തുഞ്ചേരി എന്നിവർ സംബന്ധിച്ചു. 100-ലേറെ വരുന്ന താരങ്ങളെ 10 ടീമുകൾ സ്വന്തമാക്കി. മാർച്ച് 7-8 തീയതികളിലായി റാക്ക ഖൂക്ക സ്റ്റേഡിയത്തിൽ വച്ച് മത്സരങ്ങൾ അരങ്ങേറും. ദമ്മം ഇന്ത്യൻ സ്കൂൾ പാരന്റ് അസോസിയേഷൻ കേരള റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ കിഡ് ഷോ, സയൻസ് എക്സിബിഷൻ, ദേശഭക്തി ഗാനാലാപനം, മറ്റ് കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. സൗദി ബാഡ്മിന്റൺ ഫെഡറേഷൻ ജേതാക്കളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥാനമൊഴിയുന്ന ഡിസ്പാക് ഭാരവാഹികൾക്ക് ഉപഹാരം കൈമാറി. മിമിക്രി താരം ഹരിശ്രീ യൂസഫ്, ലുലു പ്രതിനിധികളായ നജ്റുദ്ദീൻ, ദിലീൽ എന്നിവർ സംബന്ധിച്ചു. CK ഷഫീഖ്, ഷമീം കാട്ടാക്കട, അഷ്റഫ് ആലുവ, ഗുലാം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. സൗദിയിലെ പ്രമുഖ FMCG ഗ്രൂപ്പായ നഹ്ല അൽവാദിയുടെ പുതിയ സംരംഭം ജിദ്ദയിലും പ്രവർത്തനം ആരംഭിച്ചു. അറേബ്യൻ റോസ് ട്രേഡിംഗ് എന്ന പേരിലാണ് പുതിയ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. ശീതീകരിച്ച മത്സ്യം, മാംസം, പച്ചക്കറികൾ എന്നിവ മിതമായ വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ശീതീകരിച്ച മത്സ്യം, മാംസം, പച്ചക്കറികൾ എന്നിവ വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത് മിതമായ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതി. ഇതുകൂടാതെ ഗ്രൂപ്പിന്റെ സ്വന്തം ബ്രാൻഡായ മാമിയ, ദുവ, ഓർക്കിഡ് എന്നിവയുടെ വിതരണ ശൃംഖലയും ഇതിനോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിൽ പുണ്യനഗരമായ ജിദ്ദയിൽ നഹ്ല ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ അറേബ്യൻ റോസ് ട്രേഡിംഗ് കമ്പനി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഫ്രോസൺ സാധനങ്ങൾ, എല്ലാവിധ സാധനങ്ങളും, ഫ്രോസൺ എല്ലാ ഐറ്റംസും മിതമായ വിലയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കൂടാതെ ഞങ്ങളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളായ മാമിയ, ഓർക്കിഡ്, ഓർബിക്സ്, ദുവ എന്നീ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷനും കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. വിഷൻ 2030യുടെ ഭാഗമായി സൗദിയുടെ എല്ലാ നഗരങ്ങളിലും ഞങ്ങളുടേതായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജിദ്ദയ്ക്ക് പുറമെ റിയാദ്, ദമാം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലും കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാകും. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ അഷ്റഫ് കല്ലാച്ചി, അബ്ദുൽ മജീദ് കല്ലാച്ചി, അബ്ദുൽ റഷീദ് കല്ലാച്ചി എന്നിവരും മറ്റു കമ്പനി പ്രതിനിധികളും പൗരപ്രമുഖരും സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. തൊഴിലന്വേഷകർക്കായി കൾച്ചറൽ ഫോറം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൾച്ചറൽ ഫോറം സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനായി തൊഴിൽ തേടി പ്രവാസ ലോകത്തെത്തുന്നവർക്ക് അവരുടെ കഴിവിനൊത്ത ജോലിയും ശമ്പളവും ലഭിക്കാൻ ഇത്തരം പരിശീലന പരിപാടികൾ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബയോഡേറ്റ തയ്യാറാക്കൽ, ജോബ് സെർച്ചിംഗ് സ്ട്രാറ്റജി എന്നിവയിൽ HR റിക്രൂട്ടർ റൈഫ ബഷീറും ജോലിക്കായുള്ള ഇന്റർവ്യൂ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന വിഷയത്തിൽ സീനിയർ റിക്രൂട്ട്മെന്റ് ഓഫീസർ ദീപ ലക്ഷ്മണും പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. കൾച്ചറൽ ഫോറം HR വകുപ്പ് കൺവീനർ സന നസീം പരിപാടി നിയന്ത്രിച്ചു. ഒമാനിൽ വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിവാസികളുടെ കൂട്ടായ്മയായ വളാഞ്ചേരി ഒമാൻ കൂട്ടായ്മ 7ാം വാർഷിക സംഗമം സംഘടിപ്പിച്ചു. ബർക്കയിലെ ഒയാസിസ് ഫിർദൌസ് ഫാം ഹൌസിൽ നടന്ന സംഗമം എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ മാനവേന്ദ്രനാഥ് വളാഞ്ചേരി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, KT ജലീൽ, ഡയാലിസിസ് സെന്റർ രക്ഷാധികാരി അഷ്റഫ് അമ്പലത്തിങ്ങൽ, പാലിയേറ്റീവ് സെക്രട്ടറി VP സാലിഹ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കലാകായിക മത്സരങ്ങൾക്ക് പുറമെ പ്രവാസി ക്ഷേമനിധി അംഗത്വമെടുത്ത മെഡിക്കൽ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു. KT ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. സൈദലി മുഹമ്മദ്, ഷബീർ എന്നിവർ സംസാരിച്ചു. OK ജലീൽ സ്വാഗതവും ഹസൽ അരീക്കാടൻ നന്ദിയും പറഞ്ഞു. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 4795 രൂപ, പവന് 38,360 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ. വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.
ദുബായ് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 16 പൈസ, UAE ദിർഹം 22 രൂപ 63 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 83 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 95 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 12 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 48 പൈസ. മീഡിയ സ്റ്റാർ കഴിഞ്ഞു. ഗുഡ് നൈറ്റ്.